Hi all. Today we are talking about one of the most powerful strategy in computer science and algorithm design, that is divide and conquer. What do you mean by divide and conquer? As the name indicate, divide and conquer is a design strategy which is well known to breaking down efficiency barrier. It is a top-down approach. Divide and conquer is a problem solving technique. How to solve the problem? It solves the problem by dividing the main problem into subproblems, then solve the subproblems individually and then merging them to find solution to the original problem. So this divide and conquer strategy is as follows. First, it divides the problem instance into two or more smaller instances of the same problem. Then it solves the smaller instances recursively. And third one, it assembles the solution to form a solution of the original instance. Then the recursion stops when an instance is reached which is too small to divide. When dividing the instance, one can either use whatever divisions comes most easy to hand or invest time in making the division carefully so that assembly is simplified. സോ ഡിവൈഡ് ആൻഡ് കോൺക്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണല്ലേ. എങ്ങനെയാണ് ഇതൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്? സോ ഒരു മെയിൻ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മെയിൻ പ്രോബ്ലത്തിനെ ഓരോ സ്മോൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്യും. ദെൻ ഈ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ് പ്രോബ്ലംസും നമ്മൾ ഓരോ സബ് പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യും. ദെൻ ഈ ഓരോ സൊല്യൂഷൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മെയിൻ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യും. സോ ഇതാണ് എന്ത് ഡിവൈഡ് ആൻഡ് കോൺക്വർ. ഡിവൈഡ് ആൻഡ് കോൺക്വർ അൽഗോരിതം കൺസിസ്റ്റ് ഓഫ് 3 parts. ഫസ്റ്റ് വൺ ഡിവൈഡ്. Divide the problem into a number of subproblems. The subproblems are solved recursively. Then second part, conquer. The solution to the original problem is then formed from the solution to the subproblem. Third one, combine. Merge the solutions of subproblems into the final solution for the original problem. So the divide and conquer is very powerful use of recursion. സോ ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡിൻ്റെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ നമുക്ക് നോക്കാം. അൽഗോരിതം DNC ഓഫ് P. DNC മീൻസ് ഡിവൈഡ് ആൻഡ് കോൺക്വർ. P എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പ്രോബ്ലം. നമ്മുടെ മെയിൻ പ്രോബ്ലത്തിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ നമ്മളതിനെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുന്നു. സോ നമ്മുടെ മെയിൻ പ്രോബ്ലത്തിനെ അൽഗോരിതത്തിലേക്ക് പാസ് ചെയ്യിക്കുന്നു. ദാറ്റ് ഈസ് DNC ഓഫ് P. If small p, then return S of P. നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന മെയിൻ പ്രോബ്ലം ഇനി ഫർദർലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലാത്ത കേസാണെങ്കിൽ ദെൻ എന്ത് ചെയ്യുന്നു, ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ റിട്ടേൺ ചെയ്യിക്കുന്നു. ഓക്കെ, അതല്ല നമുക്ക് ആ മെയിൻ പ്രോബ്ലത്തിനെ അഗെയിൻ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന കേസാണെങ്കിൽ എൽസിലേക്ക് പോകുന്നു. ഡിവൈഡ് P into smaller instances P1, P2, etc. Pk where k greater than or equal to 1. ഓക്കെ, സബ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും DNC എന്ന് പറയുന്ന അൽഗോരിതത്തിലേക്ക് പാസ് ചെയ്യിക്കുന്നു. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോബ്ലം സ്മോൾ പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് ഓരോന്നും ഫൈൻഡ് ചെയ്യുന്നു. സോ ഓരോ സബ് പ്രോബ്ലത്തിനെയും സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുന്നു. ദെൻ ലാസ്റ്റ് റിട്ടേൺ കമ്പൈൻ DNC ഓഫ് P1, DNC ഓഫ് P2, എക്സെട്ര DNC ഓഫ് Pk. ഈ കിട്ടിയിരിക്കുന്ന ഓരോ പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് മെയിൻ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്നു. സോ ദിസ് ഈസ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻസ് ഓഫ് ഡിവൈഡ് ആൻഡ് കോൺക്വർ. ഹിയർ സ്മോൾ p is a boolean valued function which determines whether the input size is small enough so that answer can be computed without splitting. If this function S is invoked, otherwise the problem P into smaller subproblem. അപ്പോൾ നമ്മുടെ പ്രോബ്ലം
സ്മോൾ പ്രോബ്ലം ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അപ്പോൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് റിട്ടേൺ ചെയ്യിക്കുന്നു. അതർവൈസ് പ്രോബ്ലം P into smaller subproblems. These subproblems P1, P2, etc. Pk are solved by recursive applications of DNC.